ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാജിക് സ്റ്റോറി മേക്കർ. നമുക്ക് നേരെ എപ്പിസോഡ് 6 കടക്കാം. എപ്പിസോഡ് 6 തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയുടെ വൈഫ് ഒരു പയ്യനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവൻ ഒരു സിസർ ഉപയോഗിച്ച് ഹീറോയുടെ വൈഫിനെ കുത്തുന്നു. ഈ പയ്യന്റെ നെയിം ചിയോൻ. കോർട്ടിൽ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ എന്നെ ഒരുപാട് കെയർ ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് എനിക്ക് ഇഷ്ടം തോന്നി. എന്റെ പ്രണയം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ എന്റെ പ്രണയം നിരസിച്ചു. അതിന്റെ ദേഷ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഞാൻ കുത്തിയതെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ പ്രസന്റിൽ ഇതെല്ലാം ഹീറോ ആലോചിച്ചതിന് ശേഷം അവന്റെ ലാപ്പിൽ ചില ഫോട്ടോസ് ഒക്കെ നോക്കുന്നു. അതിൽ ആ പയ്യൻ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയുണ്ട്. കൂടാതെ നമ്മുടെ ഹീറോയുടെ വൈഫിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയുമുണ്ട്. അതൊക്കെ നോക്കി യഥാർത്ഥത്തിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നൊരു കുഴപ്പത്തിൽ ഇപ്പോഴും ആ കേസിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ആ ഫോട്ടോസ് തന്നെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവിടെ ആരോ ഒരാൾ വരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ചോയാണ്. എന്തിനാടാ നീ ഇരുട്ടത്ത് ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ അടഞ്ഞു കിടക്കുന്നത്? ലൈറ്റൊക്കെ ഇട്ട് വെളിച്ചമൊക്കെ കൊണ്ടിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ ഇടുന്നു. ശരി, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ, നീ എന്റെ മോനല്ലടാ, നിന്റെ വീട്ടിൽ വരാൻ ഞാൻ ഇനി ആരോട് ചോദിക്കണം? ഞാൻ കിംചി ചെയ്തത് കുറച്ചു കൂടിപ്പോയി, അപ്പോൾ നിനക്ക് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ചോ ഇവിടെ വന്നത് തന്നെ ഹീറോ എന്ത് ചെയ്യുന്നു, അവൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാനാണ്. അവിടെ മുഴുവൻ കണ്ണോടിച്ചു നോക്കുമ്പോൾ ചോയുടെ മോളും ഹീറോയും അവസാനമായി എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി അവൻ ഇപ്പോഴും അവളുടെ ഓർമ്മയിലാണ് ജീവിക്കുന്നതെന്ന്. എന്നിട്ട് ചോ ലാപ്പിൽ നോക്കുമ്പോൾ അതിൽ ചിയോളിന്റെ ഫോട്ടോ കാണുന്നു. നിനക്ക് ഭ്രാന്താണോ? ഇപ്പോൾ തന്നെ 2 വർഷമായി എന്റെ മോള് മരിച്ചിട്ട്, പിന്നെ നീ എന്തിനാണ് ഒരു ഭ്രാന്തനെ പോലെ ഈ കേസിനെ പിടിച്ചു തൂങ്ങുന്നത്? മരിച്ചത് എന്റെ മോളാടാ, എന്റെ വിഷമവും ഇതുവരെ മാറിയില്ല, അറിഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നെ നീ മാത്രം എന്തിനാണ് ഈ കേസിനെ ഇത്രയും സംശയത്തോടെ നോക്കിക്കാണുന്നത്? അവനായിട്ട് തന്നെ പറഞ്ഞു എന്റെ മകളെ എന്തിനു കൊന്നതെന്ന്. അതിന് ശിക്ഷയും അവൻ അനുഭവിച്ചു. ആ ശിക്ഷ ഇപ്പോൾ അവസാനിക്കാനും പോകുന്നു. ഇനിയും ആ കേസിന്റെ പുറകിൽ പോകുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കെന്ന് പറഞ്ഞു ചോ ടോപ്പിക്ക് മാറ്റുന്നു. നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. ഇതാണോ നിന്റെ നാട്ടിലെ പാചകം എന്ന് പറയുന്നത്? ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ലാതെ എന്തെങ്കിലും കുക്ക് ചെയ്ത് താടാ എന്ന് ചോ പറയുമ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നു. ഞാൻ പുറത്തു പോയി ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് സീൻ കട്ടാകുന്നു. നമ്മുടെ റിൻ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് വാങ്ങിച്ച് കാറിലിരുന്ന് കഴിക്കുന്നു. അവിടെ ബോങ്ങും നമ്മുടെ ഹീറോയും കാറിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ബോങ് പറയുന്നു, എന്നെ ഒന്ന് പെട്ടെന്ന് വീട്ടിലാക്കി തരുമോ? കാരണം നിങ്ങളുടെ കൂടെ അധിക സമയം ഇരുന്നാൽ അടുത്ത വല്ല വള്ളിയും വരുമോ എന്ന ഭയമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ വീട്ടിൽ പോയാൽ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാലോ എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് ആക്കിത്തരാം, കുറച്ച് സമയം ഇരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു കേസൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഹീറോ പുറത്തു നോക്കുമ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ നോക്കുന്നു. എന്നാൽ എല്ലാ കാറും ലോക്കായിരിക്കുന്നു. എന്തിനാ ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കുമോ എന്ന് ഹീറോ വിചാരിക്കുന്നു. എന്നിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞ് കാറിന് പുറത്തിറങ്ങുന്നു. ബോങ്ങിന്റെ കയ്യിൽ നൂഡിൽസ് കൊടുത്ത് റിന്നും അവിടേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ ഒരു പെണ്ണിനെ വല്ലാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് റിൻ കാണുന്നു. ഇത് കണ്ട് റിൻ അവിടെ പോകുന്നു. ഇപ്പുറത്ത് കാർ ഓപ്പൺ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പിള്ളേർ ഓണായി കിടന്ന കാറിനകത്തേക്ക് കയറി ഓട്ടിക്കാൻ പോകുന്നു. അവന്മാരുടെ കയ്യിൽ ലൈസൻസ് പോലുമില്ല. ഇത് കണ്ട് ഹീറോ വണ്ടിയിൽ നിന്ന് ഇറങ്ങെന്ന് പറയുമ്പോൾ അവന്മാർ കാർ ഹീറോയുടെ നേർക്ക് വേഗത്തിൽ ഓട്ടിച്ചു കൊണ്ടുവരുന്നു. ഇപ്പുറത്ത് റിൻ, ആ പെണ്ണിനെ നീ എന്താ ചെയ്യുന്നത്? അവളെ വിടടാ എന്ന് പറയുമ്പോൾ ഞാനിവളെ വിടില്ല, നീ എന്താ പോലീസാണോ എന്ന് കളിയാക്കുന്ന രീതിയിൽ അവൻ ചോദിക്കുന്നു. റിന്നും പോലീസാണെന്ന് പറയുമ്പോൾ അവൻ റിന്നിനെ കളിയാക്കുന്ന രീതിയിൽ വീണ്ടും സംസാരിക്കുന്നു. ശേഷം അപ്പുറത്തെ എന്തോ ശബ്ദം കേട്ട് റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയെ കാറിന്റെ ബോണറ്റിൽ കയറ്റി ആ വിടല പിള്ളേർ കാർ വേഗത്തിൽ ഓട്ടിക്കുകയും റിന്നിനെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഭാഗ്യത്തിന് റിൻ കുതിര അവിടെ നിന്ന് മാറുന്നു. ശേഷം മറ്റേ പയ്യൻ ആ പെണ്ണിനെ കാറിൽ വലിച്ചു കയറ്റി ആ തെമ്മാടി പിള്ളേർ കാർ വേഗത്തിലെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട ഹീറോ അവരുടെ കാറും എടുത്ത് പിള്ളേരെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. കാണാൻ നിത്തോലിയാണെങ്കിലും പിള്ളേർ കാണിക്കുന്നത് വലിയ തിമീങ്കലത്തിന്റെ കന്നന്തിരുവ. അവന്മാരുടെ കയ്യിലിരുന്ന പടക്കങ്ങളൊക്കെ എടുത്ത് പബ്ലിക് ന്യൂസൻസ് തന്നെ അവന്മാർ കാണിക്കുന്നു. നമ്മുടെ ഹീറോയും എടാ നൊത്തോലി പിള്ളേരെ വണ്ടി നിർത്തടാ, നീയൊക്കെ കാണിക്കുന്നത് കുറച്ച് ഓവറാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ വെടല പിള്ളേർ ഹീറോയ്ക്ക് നേരെ പടക്കം ഇടാൻ ആരംഭിക്കുന്നു. കൂടാതെ അവന്മാരെ ഹീറോ ചേസ് ചെയ്യുന്നു. എന്ന് കണ്ടതും അവിടെ ആൾക്കാരൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇവന്മാർ കാർ ഓട്ടിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴാണ് റിൻ ഇടവഴിയിലൂടെയൊക്കെ ഓടി ആ കാറിന് ഫ്രണ്ടിലെത്തി ഒരു സൈക്കിൾ ടയറിന്റെ അവിടെ എറിഞ്ഞു കൊടുത്തു.
കാറും സൈക്കിളിന്റെ മുകളിൽ കയറി ഇറങ്ങി അവിടെ തന്നെ നിന്നു. അതിനുശേഷം ഹീറോ വന്ന് കാർ ഓപ്പൺ ആക്കിയിട്ട് ആരടാ നീയൊക്കെ, എന്തിനാണ് ഈ തലതിരിഞ്ഞ പണിയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികൾ, അറിയാതെ ഈ കാർ എടുത്ത് ഓട്ടിച്ചു, ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല, അവന്മാരെ കണ്ടാൽ അറിയാം തലതെറിച്ചതാണെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ പിള്ളേരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു. അതിൽ കൂടെയുള്ള പെണ്ണ് മാത്രം തല കറങ്ങി വീഴുന്നു. അവൾക്കെന്തോ ക്ഷീണം പോലെ തോന്നുന്നു. ഇവൾക്ക് എന്താ പറ്റിയെന്ന് റിൻ ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്, കുടിച്ച ഡ്രിങ്ക് കുറച്ച് കൂടിപ്പോയി, അത്രയുള്ളൂ, വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് പറയുന്നു, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടിച്ചതും പ്രായപൂർത്തിയാക്കാത്ത കുട്ടിക്ക് ഡ്രിങ്ക് കൊടുത്തതും വലിയ തെറ്റാണെന്ന് പറയുന്നു. ഇത് കേട്ടതും അതിലൊരു തലവനുണ്ട്. അവൻ പറയുന്നു, ഞങ്ങൾ മൈനർ അല്ലേ സാർ, ഒന്ന് ക്ഷമിച്ച് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടൂ എന്ന് പറയുന്നു. ഇപ്പോൾ അവന്മാർ മൈനറാണ്, അവന്മാർ എന്ത് തെറ്റ് ചെയ്താലും പോലീസ് പിടിക്കുമെന്ന് അവന്മാർക്കറിയാം. എന്നാൽ അതിന് പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന ധാരണയും അവന്മാർക്കുണ്ട്. അതുകൊണ്ടല്ലേ ആൾക്കാരെ ഇടിക്കുമെന്ന് ബോധമുണ്ടായിട്ടും അവന്മാർ ആ കാർ അത്രയും വേഗത്തിൽ ഓടിച്ചത്. അവന്മാർ മൈനറായിട്ട് ഇത്രയും കാണിക്കുന്നു, മൈനർ അല്ലെങ്കിലോ ഇതിലും വലുത് കാണിക്കാനുള്ള മൈൻഡ് സെറ്റ് അവന്മാർക്കുണ്ട്. ഇപ്പോഴും അവന്മാർ ക്ഷമ ചോദിച്ചത് കാഷ്വൽ ആയിട്ട് മാത്രമാണ്, അല്ലാതെ തെറ്റ് ചെയ്ത കുറ്റബോധത്തിലല്ല. കൂടാതെ ഇവന്മാർ ഹീറോയും ഗ്യാങ്ങിനെയും ഇടയ്ക്കിടെ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് കളിയാക്കുന്നുമുണ്ട്. ശേഷം അവന്മാരുടെ സാർ വന്ന് ഒപ്പിട്ട് അവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ഹീറോയും ഗ്യാങ്ങും പോകാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ പോലീസ് നിങ്ങൾക്കെതിരെ ആ പയ്യന്മാർ കേസ് തന്നിരിക്കുന്നു, കാറിൽ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞ് അവന്മാരെ കണ്ടാൽ 12 വയസ്സ് തോന്നിച്ചാലും കയ്യിലിരിപ്പ് 30 വയസ്സിന്റെ ആൾക്കാരുടേത് എന്നൊക്കെ ഹീറോ പറയുന്നു. കുറെ സമയം കഴിഞ്ഞ് ചോ അവിടെ വന്ന് ഇവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ചോ പറയുന്നു, കൊച്ചു പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ, പോരാഞ്ഞിട്ട് അവന്മാർ നിങ്ങൾക്കെതിരെ കേസ് കൂടി കൊടുത്തിരിക്കുന്നു, അവന്മാരെ ഫോളോ ചെയ്ത് പോകുന്നതിലും നല്ലതായിരുന്നല്ലോ സ്കൂളിൽ പോകുന്നത് എന്ന് പറഞ്ഞ് ചോ പുറത്തു നോക്കുമ്പോൾ ഇപ്പോൾ പോയ ആ നൊത്തോലിപ്പിള്ള ഹീറോയുടെ കാറിനെ നശിപ്പിച്ച് ഒരു വിധത്തിലാക്കി വെച്ചിരിക്കുന്നു. പോരാഞ്ഞിട്ട് ഫയർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും അടിച്ച് നാശാക്കുന്നു. ഇത് കണ്ട ഹീറോ, ഈ ഭ്രാന്തൻ പിള്ളേരാ ഞങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ നിയന്ത്രിക്കുന്നത് എളുപ്പമാണോ എന്ന് ഹീറോ ചോയോട് ചോദിക്കുന്നു. ഇത് കണ്ട ചോയ്ക്ക് ഒന്നും പറയാനില്ല. നമ്മുടെ റിന്നിന്റെ കൺട്രോൾ അപാരം തന്നെ. ഒന്ന് പറഞ്ഞ് രണ്ടിനെ അടിക്കുന്നവള ഇത്രയും സമാധാനപ്രിയായി അവിടെ നിൽക്കുന്നത്. അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നത് ആ 4 പിള്ളേരും സ്കൂളിൽ വരുന്നു. പോരാഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ ബുള്ളി വരെ ചെയ്യുന്നു. അതേസമയത്താണ് അവിടെ ഹീറോ എൻട്രി ആകുന്നത്. ഹീറോ അവരോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവന്മാരെന്തോ പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങിച്ചതുപോലെ ഹീറോ അവരെ തിരക്കി ഇവിടെ വരെ വന്നതിൽ അഭിമാന പുളകിതരാകുന്നു. അതിനുശേഷം ഹീറോ അവന്മാരെ ഒരു റൂമിൽ കൊണ്ടുപോയി കുറച്ച് പേപ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ സ്കൂൾ എന്തൊക്കെ കാണിക്കുന്നു, അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾക്കുണ്ടായതും നിങ്ങൾ കാണിച്ചതും ആ പേപ്പറിൽ എഴുതാൻ ഹീറോ പറയുന്നു. അപ്പുറത്ത് നമ്മുടെ റിൻ അവിടെ ഓരോ കുട്ടികളോടും ഇവന്മാരെ കുറിച്ച് ചോദിക്കുന്നു. കുട്ടികൾ കുറച്ച് പതർച്ചയോടെ അവന്മാർ കുഴപ്പക്കാരൊന്നുമല്ല എന്ന് പറയുന്നു. ഈ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുന്ന റിന്നിന് മനസ്സിലാകുന്നു ഇവരൊക്കെ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. നമ്മുടെ പൊങ്ങും കുട്ടികളുടെ അടുത്ത് അന്വേഷിച്ച ഒരു കാര്യം പറയുന്നു. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ അവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവരുടെ ഫ്രണ്ട് അല്ല എന്നും എന്തോ ഒരു റീസൺ കൊണ്ട് അവരുടെ അടുത്ത് പെട്ടുപോയതാണെന്നും ബോങ് പറയുന്നു. അവന്മാരെ അന്ന് പേടിച്ചിട്ടാണ് അന്ന് അവൾ അവരുടെ ഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞത്. ആദ്യം എന്ത് കാര്യം പേടിച്ചിട്ടാണ് ആ പെണ്ണ് ആ പിള്ളേരുടെ അടുത്ത് പെട്ടുപോയതെന്ന് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് അവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ശേഷം നമ്മുടെ റിന്നും ബോങ്ങും കൂടി ആ പയ്യന്മാരുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നു. ആ ഗ്യാങ്ങിലെ തലവൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവന്റെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ അതിൽ അവസാനമായി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഒരു ഇരുമ്പ് ലോക്കറിന്റെ ഫ്രണ്ടിൽ നിന്ന് സിസർ വലിച്ചു നിൽക്കുന്നതായിട്ട്. കൂടാതെ ആ ലോക്കറിന്റെ അകത്ത് ഒരു സ്കൂൾ യൂണിഫോം പോലെ ഒരു തുണി പീസും കാണുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. അന്ന് ബോധമില്ലായിരുന്ന ആ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് ആ പെൺകുട്ടി കാണുമോ എന്ന് അവർ സംശയിക്കുന്നു. ഒരു പതർച്ചയോടുകൂടി ആ ലോക്കർ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അവസാനം ആ ലോക്കർ അവർ കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ ചങ്ങല കൊണ്ട് ആ ലോക്കർ പൂട്ടിട്ടിരിക്കുന്നു. എന്തോ ആലോചിച്ചിട്ട് റിൻ ബോങ്ങിന്റെ ബെൽറ്റ് ഊരി ആ ലോക്കറിൽ ഒരു കെട്ടിട്ട് ശക്തമായി വലിച്ചതും ലോക്കർ ഓപ്പൺ ആകുന്നു. നോക്കുമ്പോൾ ഒരു പേടിയോടെ അതിനകത്ത് ആ പെണ്ണിരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ അവളെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ഒന്ന് റിലാക്സ് ആക്കുന്നു. എന്നാലും അവൾക്ക് എന്തോ പേടിയുള്ളതുപോലെ കാണിക്കുന്നു. കൂടാതെ അവളുടെ ശരീരം അവിടെ എവിടെയായി മുറിഞ്ഞിരിക്കുന്നതും റിൻ ശ്രദ്ധിക്കുന്നു. എന്തോ തെറ്റ് നടക്കുന്നത് പോലെ റിന്നിന് മനസ്സിലാകുന്നു. കൂടാതെ അവളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അതെപ്പോഴും അവൾ പൊതിഞ്ഞു പിടിക്കുന്നത് റിൻ ശ്രദ്ധിക്കുന്നു. ആ ബാഗ് വലിച്ചു വാങ്ങിയ റിൻ നോക്കുമ്പോൾ അതിൽ ഡ്രഗ്സ് കാണുന്നു. ഇതെന്താണെന്ന് റിൻ ചോദിക്കുമ്പോൾ അത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. അപ്പോൾ റിൻ പറയുന്നു, എനിക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുക്കുന്നു എന്ന് പറയുമ്പോൾ
ആ പെൺകുട്ടി അത് തടയാൻ ശ്രമിക്കുന്നു. ശരി, എന്നാൽ നീ ഇനി സത്യം പറ എന്ന് റിൻ പറയുന്നു. ആക്ച്വലി ഇതിനു മുമ്പ് ഈ പെൺകുട്ടി വീക്കായിട്ടോ ടയർഡായിട്ടോ ഒന്നുമല്ലായിരുന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. ഇതാണോ അതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്കും സ്മാർട്ടായിരുന്നു ആ പെൺകുട്ടി. അവളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടി സ്ലിമായ ആക്ടറിനെ പോലെ ഇരിക്കും എന്നൊക്കെ ഇവളോട് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് നാണമൊക്കെ വരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റേ ഗ്യാങ്ങിലെ ഹെഡില്ലേ അവൾക്കൊരു ടാബ്ലറ്റ് കാണിച്ചു കൊടുക്കുന്നു. നീ വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്നതെന്നറിഞ്ഞു. ഇതൊന്ന് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. പിന്നെ സ്ലിമ്മായി സുന്ദരായി വരുമെന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്നു. അവനത് അവളുടെ വാട്ടർ ബോട്ടിൽ കലക്കി കൊടുക്കുന്നു. ഇവളും ചെറിയ ടെൻഷനോടെ കുടിക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ടോട് കൂടി അവസാനം അത് കുടിക്കുന്നു. പിന്നീട് അതിൽ അവൾ അഡിക്റ്റ് ആകുന്നു. ഡ്രഗ്സ് ആണെന്നറിയാതെ അത് യൂസ് ചെയ്യുന്നവർ ക്രമേണ അതിൽ അഡിക്റ്റ് ആകുന്നത് പോലെ ഇവളും അതിൽ അഡിക്റ്റ് ആകുന്നു. കൂടാതെ അവന്റെ പുറകിനെ ഈ മെഡിസിന് വേണ്ടി ഒരു നായെ പോലെ അവൾ അലയുന്നു. അവളുടെ മുഖത്ത് ഒരു ക്ഷീണമൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ കഴിയും. അവന് ആദ്യമൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇനി ഫ്രീ ആയിട്ടൊന്നും തരില്ല, പകരം നീ എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ പറയുന്നു. അതിന് ഞാൻ തരുന്ന ഈ മയക്കുമരുന്ന് നീ വിറ്റിട്ട് അതിന്റെ കാശ് എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഈ ടാബ്ലറ്റ് തരാമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും ആ പെൺകുട്ടി അതിന് സമ്മതിക്കുന്നു. അവള് മാത്രമല്ല, അവളെ പോലെ കുറെ കുട്ടികൾ അവരുടെ വലയിൽ വീണിട്ടുണ്ട്. ഇവൾക്ക് ഈ ടാബ്ലറ്റ് ഇല്ലാതെ ഇരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൾ സ്വയമേ അവളുടെ ശരീരത്ത് മുറിവുണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് അന്ന് ഹീറോയുടെ കയ്യിൽ ഇവർ പിടിയിലാകുന്നത്. അതിനുശേഷം രാവിലെ വന്നതുമേ ആദ്യം ഇവർ ആ പെൺകുട്ടിയെ അടിക്കാനാണ് തുടങ്ങുന്നത്. ആ പെൺകുട്ടിയായിരിക്കും പോലീസിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നോർത്ത്. കൂടാതെ അപ്പോഴാണ് അവളെ ആ ലോക്കറിൽ അടച്ചു വെക്കുന്നത്. സോ ഇതാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന സംഭവം. പാവം പിടിച്ച ഒരു പെൺകുട്ടിക്ക് അവൾ അറിയാതെ ഡ്രഗ്സ് കൊടുത്ത് അവളെ അതിൽ അഡിക്റ്റ് ആക്കുകയും ചെയ്തു. കൂടാതെ അവളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ പെണ്ണിന്റെ കഥയൊക്കെ കേട്ടറിൻ ദേഷ്യത്തിന്റെ അങ്ങേ അറ്റം വരെ എത്തുന്നു. ഇനി നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, ആ തലതിരിഞ്ഞവന്മാരെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം ഇവിടെ ഹീറോയെ കാണിക്കുന്നു. അവിടെ എഴുതാൻ കൊടുത്ത പേപ്പറിൽ തന്നെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എഴുതി തമാശ കാണിക്കുകയാണ് ആ നൊത്തോലി പിള്ളേർ. ഇതൊക്കെ കണ്ട് ഹീറോയ്ക്ക് അടിക്കാനൊക്കെ തോന്നുന്നു. അതേസമയം നമ്മുടെ റിന അവന്മാരെ അടിക്കാൻ പാകത്തിന് അവിടെ എത്തുന്നു. എന്നാൽ നമ്മുടെ ഹീറോ അവളെ തടയുന്നു. നീ എന്തിനാ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നത്, ഒന്ന് കാമാവൂ എന്ന് പറയുമ്പോൾ കാമാകാനോ? ഈ സൈക്കോ പിള്ളേർ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇന്നലെ ഇവന്മാരുടെ കൂടെ കണ്ടില്ലേ ആ പെണ്ണിനെ ഇവന്മാർ അവൾ അറിയാതെ ഡ്രഗ്സ് കൊടുക്കുകയും അതിൽ അഡിക്റ്റ് ആക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ അവൾ ഒരുമാതിരി വീക്ക്നെസ് പോലെ തോന്നിയത്, അല്ലാതെ അത് ഡ്രിങ്ക് ഒന്നുമല്ല എന്ന് റിൻ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ആ സൈക്കോ പിള്ളേർ ഒന്ന് പേടിക്കുന്നു. എന്നാലും അവന്മാർ മൈനർ എന്ന ഒറ്റ പരിഗണന കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന അഹങ്കാരത്തിൽ കൈയൊക്കെ ചൂണ്ടി ഹീറോയെ കളിയാക്കുന്നു. പറ്റുമെങ്കിൽ ഞങ്ങളെ ഒന്ന് ജയിലിലിട്ട് കാണിക്കുമോ എന്നൊക്കെ വളരെ തമാശയോടെ അവന്മാർ പറയുന്നു. ഇത് കണ്ട ഹീറോ മൈനർ എന്ന ഒറ്റ ഇതിൽ ഇവന്മാർ കാണിക്കുന്ന ഈ ചെറ്റത്തരങ്ങളൊക്കെ ഇവന്മാർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം വരെ ഇതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവന്മാർ നന്നാവണമെങ്കിൽ ചെയ്യുന്ന തെറ്റിന് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഇവന്മാർ അറിയണം. എന്നാൽ ഇവന്മാർ നന്നാവും എന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഗ്യാങ് ആ സൈക്കോ ഗ്യാങ്ങിനെ ഓട്ടിച്ചിട്ട് പിടിച്ച് കാറിൽ കയറ്റുന്നത് കാണിക്കുന്നു. അതിൽ തലവനെ മാത്രം കിട്ടുന്നില്ല. അവൻ ഓടി ഒരു ബോക്സിംഗ് കോച്ചിങ് സെന്ററിൽ കയറുന്നു. അവിടെയുള്ളതാകട്ടെ നമ്മുടെ റിന്നിന്റെ ഫ്രണ്ട്സ്. അതിൽ ഒരാൾ അവന്റെ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. എന്നിട്ട് അവനെയും അവിടെ നിന്ന് കാറിൽ കയറ്റി എവിടെയോ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് തലവൻ പറയുന്നു, ഞങ്ങളെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാൻ ഒരു റൂളുമില്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ, ഡ്രഗ്സ് വിറ്റു അത്രയുള്ളൂ. അതിനൊന്നും പറഞ്ഞ് കൊലയാളികളെ കൊണ്ടുപോകുന്നത് പോലെയൊന്നും ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുമല്ലാതെ ഞങ്ങൾ മൈനറാണ്, അതുകൂടി ഓർമ്മ വേണമെന്ന് തലവൻ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഹീറോ, ഓ ശരി മൈനർ പിള്ളേരെ, നിങ്ങൾ പോകേണ്ട സ്ഥലത്താണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞ് കൊറിയയിലെ തന്നെ വലിയ ജയിലിൽ അവന്മാരെ കൊണ്ടുപോകുന്നു. അവന്മാർ പിക്നിക്കിൽ പോകുന്നത് പോലെ ജോളിയായിട്ട് പോകുന്നു. ശേഷം അപ്പുറത്ത് ഒരു പോലീസ് ഓഫീസറിന്റെ കയ്യിൽ ഒരു നോട്ടീസ് കൊടുക്കുന്നു. ഇത് കണ്ട ഓഫീസർ, ഇത് ചെയ്യണമോ, ഇത് പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും, പോരാഞ്ഞിട്ട് ആ പിള്ളേരും മൈനർ ആണെന്ന് ഓഫീസർ പറയുന്നു. അപ്പോൾ പറയുന്നു, മൈനർ ആയതിന്റെ ഒറ്റ റീസണിലാണ് ഇവന്മാർ ഇത്രയും കാണിക്കുന്നത്. ഇപ്പോഴേ അവന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അവസാനം അവന്മാർ ഇതിലും വലിയ തെറ്റ് ചെയ്ത് ഇവിടെ തന്നെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ ജയിലിൽ ഇടാനുള്ള ഓർഡർ ഓഫീസറിൽ നിന്ന് വാങ്ങുന്നു. അതുകൊണ്ടാണ് ഇവന്മാർ ഇപ്പോൾ ജയിലിൽ വന്നത്. വന്ന ഉടനെ മറ്റു കുറ്റവാളികളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ ഇവന്മാരോടും പെരുമാറുന്നത്. അവന്മാരുടെ ഡ്രസ്സൊക്കെ ഊരിമാറ്റി ചെക്ക് ചെയ്യുന്നു. ക്യാമറ യൂസ് ചെയ്ത് ബാക്കൊക്കെ പരിശോധിക്കുന്നു. അവന്മാർക്ക് തന്നെ ഒരുമാതിരി തോന്നുന്നു. കൂടാതെ മുടിയൊക്കെ മുറിക്കുന്നു.
പിന്നെ ജയിലിലിടുന്ന ഡ്രസ്സ് കൊടുത്തിട്ട് അതിട്ട 4 ഭാഗത്ത് തിരിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ശേഷം അവന്മാരുടെ സാധനങ്ങളൊക്കെ കൊടുത്ത് അവന്മാരെ ലോക്കപ്പിലാക്കുന്നു. 18 വയസ്സിന് മുകളിൽ തെറ്റ് ചെയ്ത ജയിലിൽ എന്തൊക്കെ ചെയ്യിപ്പിക്കുമോ അതൊക്കെ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ലോക്കപ്പിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴി ഗ്രൗണ്ടിൽ മറ്റു കുറ്റവാളികളൊക്കെ ഉണ്ടായിരുന്നു. അവന്മാർ ഇവന്മാരെ പേടിപ്പിക്കുന്നത് പോലെ വരുന്നു. ബാക്കി 3 പേരും പേടിക്കുന്നു. എന്നാൽ ഗ്രൂപ്പിലെ തലവൻ പേടിക്കുന്നില്ല. അവൻ വിരലൊക്കെ വെച്ച് മോശം ആംഗ്യങ്ങളൊക്കെ കാണിച്ച് അവന്മാരെ വെറുപ്പിക്കുന്നു. ലാസ്റ്റ് അവന്മാരെ ലോക്കപ്പിൽ കൊണ്ടാക്കുന്നു. അത് കണ്ടതും അവന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇനി മുതൽ ഇതിനകത്താണോ ഇരിക്കേണ്ടത്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തിലെ തലവൻ ഒച്ചയുണ്ടാക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു, നമ്മൾ മൈനറല്ലേ, അധിക കാലമൊന്നും ഇവിടെ കിടത്തില്ല. അല്ല സാർ, ഞങ്ങൾക്ക് സ്കൂളൊക്കെ ഉള്ളതാ, എപ്പോൾ ഞങ്ങളെ പുറത്തു വിടും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ, ഓഹോ നീ ആ മൈൻഡ് സെറ്റിലാണോ ഉള്ളത്, അപ്പോൾ ഒരു കാര്യം ചെയ്, നിന്നെയൊക്കെ കൊണ്ട് പറ്റിയാൽ ഇവളെ അടിച്ചു തോൽപ്പിച്ച് പുറത്തു പോ എന്നും പറഞ്ഞു ബോങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. റിൻ മാത്രമേ അതിനകത്തുള്ളൂ. പെണ്ണല്ലേ, പെട്ടെന്ന് അടിച്ചു വീഴ്ത്താമെന്ന് അവർ വിചാരിച്ചത് തെറ്റി. നമ്മുടെ റിന്നിന് ഇവന്മാരെ കാണുമ്പോഴേ ദേഷ്യം വരും. കിട്ടിയ അവസരം കണക്കിന് റിൻ 4 പേർക്കും ആവശ്യത്തിലധികം കൊടുത്ത് 4 എണ്ണത്തെയും സൈഡാക്കി. ഇതോടെ ജയിലിലുള്ള ഇരുത്തം സ്ഥിരമാക്കേണ്ടി വരും. കാരണം റിന്നിനെ അടിച്ചു തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ. തൂക്കുന്നത്, തുടയ്ക്കുന്നത്, കഴുകുന്നത്, വേസ്റ്റ് എടുക്കുന്നത് എല്ലാ ജോലിയും അവന്മാർ ചെയ്യുന്നു. ഇതോടെ അവന്മാർ ടയർഡാകുന്നു. കൂടാതെ നമ്മുടെ ബോങ് ഇവന്മാർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നു. അതിനിടയിൽ ആരെങ്കിലും ഉറങ്ങിയാൽ റിൻ അവന്മാരെ ഗ്രൗണ്ടിൽ ഓട്ടിപ്പിക്കുന്നു. ഇവന്മാർക്ക് ദേഷ്യമൊക്കെ വരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇത് ജയിലല്ലേ, സ്കൂളല്ലല്ലോ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ. ഇവിടെ റൂൾസ് ഫോളോ ചെയ്താലേ പുറത്തു പോകാൻ പറ്റൂ എന്ന് ഇവന്മാർ മനസ്സിലാക്കുന്നു. കൂടാതെ അവിടെ നിന്ന് ഇവന്മാർ ഡിസിപ്ലിനും ചെറുതായിട്ട് പഠിച്ചു വരുന്നു. എന്നിരുന്നാലും അവന്മാർ ചെയ്ത തെറ്റിനൊന്നും അവന്മാർക്ക് ഒരു കുറ്റബോധവുമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ക്യൂയിൽ നിൽക്കുമ്പോൾ ചില കുറ്റവാളികളുടെ നമ്പർ ടാഗ് റെഡ് ആയിരിക്കുന്നു. കൂട്ടത്തിലെ ഒരുത്തൻ പറയുന്നു, ഇവന്മാർ കൊലയാളികളായിരിക്കും. ഇവന്മാരോട് പെരുമാറുമ്പോൾ ഒക്കെയും കണ്ടും വേണം ഓരോന്ന് പറയാൻ. ഇത് കേട്ട് നമ്മുടെ ഹീറോ വരുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ, ഇപ്പോൾ പുതിയ റൂള് വന്നു. ഈ കുട്ടിപ്പിള്ളേർക്ക് വേണം ഫസ്റ്റ് ഫുഡ് കൊടുക്കാൻ. ശരി, നിങ്ങൾ ആദ്യം പോയി ഫുഡ് വാങ്ങിക്കുകയെന്ന് ഹീറോ പറയുമ്പോൾ എല്ലാ കുറ്റവാളികളെയും താണ്ടി വേണം ഇവന്മാർക്ക് അവിടെ എത്താൻ. അങ്ങനെ എത്തിയ ഈ ഗ്യാങ്ങിന്റെ പ്ലേറ്റിലേക്ക് നമ്മുടെ ഹീറോ എല്ലാ കറികളും കൊടുത്തു തീർക്കുന്നു. ഇത് കണ്ട ബാക്കി കുറ്റവാളികളൊക്കെ ഇവന്മാരെ 4 പേരെ വല്ലാത്ത രീതിയിൽ തന്നെ നോക്കുന്നു. ശേഷം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും പാത്രം ഇവന്മാർ 4 എണ്ണവുമാണ് കഴുകി വെക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കഴുകി വെക്കുമ്പോൾ അവന്മാർ പരസ്പരം സംസാരിക്കുന്നു. നമ്മുടെ പാരന്റ്സ് ഇതറിഞ്ഞു കാണില്ല. അവർ നമ്മുടെ കാര്യം അറിഞ്ഞെങ്കിൽ ഒരിക്കലും നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. എങ്ങനെ ഇരിക്കേണ്ട നമ്മളാ ഇവിടെയുള്ള കഴുതകളുടെ പാത്രം കഴുകേണ്ട ഗതികേടിൽ എത്തി നിൽക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് പാത്രം കൊണ്ട് ഒരു സീനിയർ കുറ്റവാളി വരുന്നത്. അവൻ വെള്ളത്തിൽ പാത്രം വെക്കുമ്പോൾ ഇവരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന തലവൻ അവനെ എടുത്ത് അലക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ ഓഫീസേഴ്സ് വരുന്നു. സീനിയറോട് കാര്യം ചോദിച്ചപ്പോൾ താഴെ വന്ന് വീണതാണെന്ന് കള്ളം പറയുന്നു. ഇത് കേട്ട തലവൻ ഇവൻ എന്തിനാ കള്ളം പറയുന്നതെന്ന് അവനെ തന്നെ നോക്കുന്നു. ശേഷം എല്ലാ കുറ്റവാളികളെയും ലോക്കപ്പിലാക്കുന്ന സമയം ഹീറോ അവിടെ നിൽക്കുന്നു. ആ 4 പിള്ളേരും ക്രോസ് ചെയ്തു പോകുമ്പോൾ ഹീറോ തലവനോട് ചോദിക്കുന്നു, നീ അവനെ അടിച്ചില്ലല്ലോ, ഉറപ്പല്ലേ? ഇവനും ഇല്ല സാർ, ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, അവൻ ഇവിടെ വന്നത് എങ്ങനെയാണെന്നറിയോ? അവന്റെ സ്കൂളിൽ ഏതോ 4 പിള്ളേർ അവനെ ബുള്ളി ചെയ്തു. അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അവരെ തട്ടിക്കളഞ്ഞു. അതിനുശേഷം ആരെങ്കിലും ബുള്ളി ചെയ്യുന്നത് കാണുമ്പോഴേ അവന് ദേഷ്യം വരും. അവനൊരു സൈക്കോ ആണ്. നീ വേറെ ആരോടെങ്കിലും പ്രശ്നമുണ്ടാക്കിക്കോ, പക്ഷെ അവനോട് പോകുന്നതിന് മുമ്പ് 1000 തവണ ആലോചിച്ചിട്ട് വേണം പോകാൻ. നീ അവനെ ഒന്നും ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്, അതാണ് നിനക്ക് നല്ലത്. നോക്കുമ്പോൾ കറക്റ്റായിട്ട് അവനും അവരെ ക്രോസ് ചെയ്തു പോകുന്നു. ഇപ്പോൾ തലവൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു. ശേഷം വീണ്ടും പാത്രം കഴുകുന്ന ജോലി അവർക്ക് കിട്ടുന്നു. അവിടെ ആ സൈക്കോ വരുന്നു. അവൻ അതിൽ നിന്ന് ഒരു ഫോർക്ക് എടുക്കുന്നു. ഇത് തലവൻ കാണുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരെയും ജയിലിൽ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും പരിശോധിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു ഫോർക്ക് മിസ്സിംഗ് ആണ്. ഇനി ആരെങ്കിലും അത് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ എടുത്താലോ, ആരെങ്കിലും കൊല്ലാനോ കുത്താനോ, അതുകൊണ്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാങ്ങിലെ തലവൻ സൈക്കോയുടെ പോക്കറ്റിൽ ആ ഫോർക്ക് ഉണ്ടെന്ന് പറയുന്നു. ഉടനെ അവനെ ചെക്ക് ചെയ്യുമ്പോൾ ഫോർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ സൈക്കോ ഫോർക്ക് ഒരു പൈപ്പ് ഇടയിൽ നിന്ന് എടുത്ത് ഗ്യാങ്ങിന്റെ തലവനെ കുത്താൻ ഓടുന്നു. അവൻ ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഒരു ഡോറിന്റെ അവിടെ പേടിച്ച് ചാരി നിൽക്കുന്നു. അവൻ യൂറിൻ വരെ പാസ് ചെയ്യുന്നു. എന്നാൽ സൈക്കോ അവനെ കുത്താതെ, ഇനിയും സമയമുണ്ട്, നിന്നെ ഇഞ്ചിഞ്ചായി പേടിപ്പിച്ച് വേണം എനിക്ക് കൊല്ലാൻ എന്ന് പറയുന്നു. ഗ്യാങ് തലവന്റെ ജീവൻ പോയി തിരിച്ചു വന്നു. അവൻ അത്രയ്ക്കും അവന്റെ ജീവിതത്തിൽ ആദ്യമായി ഭയപ്പെട്ടു. ഇത് കാണുമ്പോൾ എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ? താഴെ കമന്റ് ഇടണേ. അടുത്ത സീനിൽ കാണിക്കുന്നത് ചോ അവന്റെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആ 4 പിള്ളേരുടെ പാരന്റ്സും സമരം ചെയ്യുകയാണ്. ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾ എന്താണ് ചെയ്തത്?
മര്യാദയ്ക്ക് അവരെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കോ എന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുമ്പോൾ നമ്മുടെ ചോ പറയുന്നു, നാളെ നിങ്ങളുടെ മക്കളെ ഒരു തവണ കാണിച്ചു തരുമെന്ന് പറയുന്നു. പറ്റുമെങ്കിൽ വന്ന് കണ്ടിട്ട് പോയിക്കോ എന്നും ചോ പറയുന്നു. അടുത്ത ദിവസം ആ 4 പിള്ളേരെയും സ്കൂളിൽ കൊണ്ടുവരുന്നു. അവർ ജയിലിലെ യൂണിഫോം ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടതും പാരന്റ്സിന് സഹിക്കുന്നില്ല. അവന്മാരും കരയാൻ തുടങ്ങുന്നു. ഞങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ എന്ന് പറഞ്ഞ് അപ്പോൾ അവന്മാരുടെ പാരന്റ്സ് പറയുന്നു, മൈനറായ ഞങ്ങളുടെ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയത്? തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓഹോ, അങ്ങനെയോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ പബ്ലിക്കിൽ പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ 4 പിള്ളേരും ഡ്രഗ്സ് വിൽക്കാൻ വേണ്ടി ചാറ്റ് ചെയ്തതും അത് വച്ചിരിക്കുന്നു എന്നതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് പാരന്റ്സിന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് പാരന്റ്സിനെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് ആ പിള്ളേർ മൈനർ എന്ന അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നു. ഞങ്ങൾ അറിയാതെ ചെയ്തതാണെന്നും ക്ഷമിച്ചു വിടാൻ പറയണമെന്നും കരഞ്ഞു പറയുന്നു. ഇത് കണ്ട പാരന്റ്സിന് സഹിക്കാൻ പറ്റുന്നില്ല. സർ, ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ, അവർ കൊച്ചുകുട്ടികളല്ലേ, അറിയാതെ ചെയ്തതാണ്, ഒന്ന് വെറുതെ വിടൂ എന്ന് പറയുന്നു. അവന്മാര് മുട്ടുകുത്തി സോറിയൊക്കെ ചോദിക്കുന്നു. ഇത് കണ്ട ചോയ്ക്ക് ദേഷ്യം വരുന്നു. അവന്മാർ ഇത്രയും മോശക്കാരായെങ്കിൽ അതിന് കാരണം നിങ്ങൾ പാരന്റ്സ് ആണ്. അവന്മാർ എന്തു ചെയ്യുന്നു, എവിടെ പോകുന്നു, വരുന്നു എന്നൊക്കെ നോക്കണമായിരുന്നു. അതുമല്ലെങ്കിൽ സ്കൂളിലുള്ളവരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ച് ക്ലിയർ ആക്കിയിരിക്കണമായിരുന്നു. ഒന്ന് നോക്കുമ്പോൾ അവർ എന്ത് ചെയ്യാനാ? ഈ പീക്കിരി പിള്ളേരെ പേടിച്ച് ആരും ഒന്നും പറയില്ല. ഇങ്ങനെ ആരെക്കൊണ്ട് ഇവരെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ സ്പെഷ്യൽ ടീം ഉണ്ടാകും. ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ ഇവന്മാരെ വച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇവന്മാർ നന്നായാലും ഇല്ലെങ്കിലും ഇവന്മാർക്കുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അപ്പോൾ നമ്മുടെ ഹീറോ, നിങ്ങൾ സോറി ചോദിക്കുന്നുവെങ്കിൽ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, ആരോടാണോ തെറ്റ് ചെയ്തത് അവരോടാണ് ചോദിക്കേണ്ടതെന്ന് ഹീറോ പറയുന്നു. ശേഷം അവിടേക്ക് ഡ്രഗിനടിമയായ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവരോട് നീ ക്ഷമിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി ഇവന്മാർ ചെയ്ത ക്രൂരതയും അവളുടെ ലൈഫ് ഇല്ലാതാക്കിയതിനും ക്ഷമിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഗ്യാങ്ങിലെ തലവന് ദേഷ്യം വന്ന് അവളെ അടിക്കാൻ വേണ്ടി പായുന്നു. അപ്പോൾ നമ്മുടെ റിൻ ഒരടിയിൽ അവനെ അവിടെ വീഴ്ത്തുന്നു. ഇതുവരെ ഇവന്മാർ നന്നായില്ല, അതുകൊണ്ട് ഇവന്മാരെ ജയിലിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം നമ്മുടെ ചോ പ്രസ് മീറ്റിൽ പറയുന്നു, ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടിരിക്കുന്നു, അതിൽ മൈനർ ആയതുകൊണ്ട് വെറുതെ വിട്ടവരുമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ടീമിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അത് മൈനർ ആയാലും അനുഭവിക്കാനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അത് ഞങ്ങൾ നടപ്പാക്കും, എന്നാലേ കുറ്റങ്ങൾ കുറയൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും ആ 4 പിള്ളേരെ ജയിലിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഗ്യാങ്ങിലെ തലവൻ ആ സൈക്കോയെ കാണുന്നു. സൈക്കോയെ കണ്ടതും ഗ്യാങ്ങിലെ തലവൻ അവിടെ നിന്ന് പേടിച്ചോടിപ്പോകുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. ഗ്രൗണ്ടിൽ റെഡ് ടാഗ് ഇട്ടിരിക്കുന്നവർക്ക് നമ്മുടെ ഹീറോ കോക്ക് കൊടുക്കുന്നു. കാരണം നമ്മുടെ ഹീറോ പറഞ്ഞിട്ടാണ് ഇവന്മാരൊക്കെ ആ ഗ്യാങ്ങിലെ പിള്ളേരെ പേടിപ്പിച്ചത്, ഫോർക്ക് മോഷ്ടിച്ചത്, കുത്താൻ പോയത് എല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. പിന്നെ ആ സൈക്കോ സഹായിക്കാനുള്ള മെയിൻ കാരണം എന്നെ പോലെ വേറെ ഒരു കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാനും നല്ല രീതിയിൽ വളരാനും വേണ്ടിയിട്ടാണ്. പിന്നെ കാണിക്കുന്നത് ഒരുത്തൻ കത്തിയുമായി ഗ്യാങ്ങിലെ തലവനെ കുത്താൻ വരുന്നു. പക്ഷെ അവനെ കുത്തുന്നില്ല. പകരം അത് ഏറ്റുവാങ്ങിയത് ചിയോളാണ്. നമ്മുടെ ഹീറോയുടെ വൈഫിനെ സിസർ കൊണ്ട് കുത്തിക്കൊന്നില്ലേ, ആ പയ്യനായിരുന്നു. ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 6 അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡ് 7 കാണുന്നത് വരെ ബൈ ഫ്രം മാജിക് സ്റ്റോറി മേക്കർ. എന്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ സപ്പോർട്ട് കൂടി ചെയ്യണേ.